നമ്മുടെ ഇന്ത്യയുടെ പോക്ക് ഇത് എങ്ങോട്ടേക്കാണ്? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളെ മന്ത്രിയായി നിയമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ബീഹാറിലെ ഒരു മന്ത്രി പറയുന്നത് കേൾക്കാം. मेरा कहने का मतलब है जरूरत क्या है एजुकेशन में? हमारे घर की बेटियां हमारी शक्ति है, हमारी समृद्धि का आधार है। और उन बेटियों को क्या जरूरत है सड़क पर आने का भाई, जब नारी शक्ति बंधन के लिए मोदी जी खड़े हैं। हक के लिए आपको हक तो ऐसे ही मिल जाएगा। ബീഹാർ ഇപ്പോൾ ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? BJP ആണല്ലോ. അപ്പോൾ BJP മന്ത്രിയാണ്. ഇയാൾ പറഞ്ഞു വെക്കുന്നത് എന്തിനാണ് എഡ്യൂക്കേഷൻ? പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട, അവർ വീട്ടിൽ നിന്നാൽ മതി, അതാണ് ഐശ്വര്യം എന്ന കാര്യങ്ങളൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇയാൾ ബീഹാറിന്റെ പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. നോട്ട് ഇറ്റ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. എങ്ങനെ ഇരിക്കുന്നു? ഇയാൾ ഇത് പണ്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, ഏറ്റവും ഫ്രഷ് ആണ്. അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. പെൺകുട്ടികളൊക്കെ എന്തിനാണ് പഠിക്കുന്നത് എന്ന് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആണ് പറയുന്നത്. ഓർക്കണം, നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന്റെ വാക്കൻസി ഉള്ളത് ബീഹാറിലാണ്. ഏകദേശം 2,20,000 ടീച്ചേഴ്സ് വാക്കൻസിയാണ് ബീഹാറിലുള്ളത്. അതിനുള്ള കാരണം ഇപ്പോൾ വ്യക്തമായില്ലേ? ഇവർക്ക് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ അത്ര കൂടുതൽ ടീച്ചേഴ്സിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ടാണ് അത്രയും വാക്കൻസി വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു AI വീഡിയോ ആണ്. കാണാൻ നല്ല രസമുണ്ട്. യഥാർത്ഥത്തിൽ ഇതല്ലേ സത്യം? ഇയാളുടെ പേരിൽ കേസുണ്ട്. കറപ്ഷൻ അലിഗേഷൻ ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ് പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അയാൾ ആരാണ്? വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ, BJP പാർട്ടിയുടെ. ഇനി ആസാമിലെ CMന്റെ കാര്യം നോക്കിയാൽ ഇയാളെ പേരിലും കേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ BJPയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അതുപോലെ CBIയും ED ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസസ് ഒക്കെ പിന്നീട് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല ഇയാൾ BJPയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ. ഇതുപോലെയല്ലേ പലരുടെയും കാര്യങ്ങൾ? പലരും ഈ കറപ്ഷനും മറ്റു കേസസും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ BJPയിലേക്ക് ജോയിൻ ചെയ്യും. പിന്നെ അവരുടെ പേരിലൊന്നും കേസില്ല. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം യോഗിജിയുടെ നാടായിട്ടുള്ള ഉത്തർപ്രദേശിലേക്ക് പോവാം. ഇവിടെ കേരളത്തിൽ നിന്ന് ചില അന്ധഭക്തന്മാർ പറയാറുണ്ട് UP മോഡൽ കേരളത്തിൽ കൊണ്ടുവരണമെന്ന്. ഈ മോഡലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശ് ബിക്കം റേപ്പ് പ്രദേശ് എവറി ഇയർ. 10,209 കേസസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 70% റേപ്പ് കേസസും അണ്ടർ ഏജ് ഗേൾസ് ആണ്. ഒരുപാട് ക്രിട്ടിക്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ അക്യൂസ്ഡ് ഒക്കെ കൂടുതൽ അക്യൂസ്ഡും ഒന്നെങ്കിൽ BJP മെമ്പേഴ്സ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പീപ്പിൾ ബാക്ക്ഡ് ബൈ യോഗി ആദിത്യനാഥ് ബാക്ക് ചെയ്യുന്ന, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് ഈ കേസസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള അക്യൂസ്ഡ് എന്ന് പറയുന്നത്. ഇതൊരു അലിഗേഷൻ മാത്രമാണ്, ആരോപണം മാത്രമാണ്, തെളിയിക്കപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. ഇത് ബ്രിക്സിന്റെ റിപ്പോർട്ടാണ്. ഓക്കെ, അതുപോലെ ഓരോ വർഷം കഴിയുന്നതിനെ ഉത്തർപ്രദേശിൽ റേപ്പ് കേസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ബ്രിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇയർ 2023 2023 3,516 കേസസ് ആണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2023 എന്നാൽ റെക്കോർഡ് ചെയ്യാത്ത അൺറിപ്പോർട്ടഡ് ആയിട്ടുള്ള 20,000-ൽ കൂടുതൽ കേസസ് ഉണ്ട് എന്നാണ് ബ്രിക്സിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയർലി 0 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇനി 2024 വന്നു കഴിഞ്ഞാൽ ആ കേസസിന്റെ എണ്ണം 7,516 കൂടി. അത് റെക്കോർഡ് ചെയ്തിട്ടുള്ള കേസസ് ആണ്, അതായത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസസ് ആണ് 7,516. അതായത് 3,500-ൽ നിന്നും 7,500 കൂടിയിട്ടുണ്ട്. ഇനി അൺറിപ്പോർട്ടഡ് ആയിട്ടുള്ള കേസസ് ഏകദേശം 30,000-ൽ കൂടുതൽ കേസസ് ഉണ്ട് എന്നാണ് ബ്രിക്സിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് 2024 അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയർലി 5 പേരെയാണ്. നേരത്തെ 0 പേരെയായിരുന്നു, പക്ഷെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2024 റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 10,516 റേപ്പ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് ചെയ്യാത്തത് 45,000-ൽ കൂടുതൽ അൺറിപ്പോർട്ടഡ് കേസസ് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയർലി 397 പേരെയാണ് നിയർലി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും അവിടെ അറസ്റ്റ് ചെയ്യാറില്ല, എൻകൗണ്ടർ ആണെന്ന്. ശരിയാണ്, എൻകൗണ്ടേഴ്സ് ആണ്. പക്ഷേ ഈ എൻകൗണ്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത് ആരെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് എത്രത്തോളം വെരിഫൈഡ് ആണെന്നല്ല, എന്നാലും ഞാൻ പറയാം. അവിടെ എൻകൗണ്ടർ ചെയ്തിട്ട് തീർക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കൂടുതലും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെയാണ്. അല്ലാതെ
BJP ആയിട്ട് ലിങ്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ല ഹോൾഡുള്ള ആളുകളെയൊന്നും അവിടെ ഇതുപോലെ തീർക്കാറില്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പണമുണ്ടോ അല്ലെങ്കിൽ അധികാരമുണ്ടോ അല്ലെങ്കിൽ അധികാരികളുമായിട്ട് ബന്ധമുണ്ടോ, നല്ല ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ എന്തും ചെയ്യാം. ആരും ചോദിക്കില്ല, ആരും തടയില്ല.